ഇറ്റ്സ് ട്രൂ ഗൈസ്. റൈസ്റ്റാർ ആൻഡ് ഗ്യാൻ ഗെയിമിംഗ് സ്റ്റോപ്പ് ഫ്രീ ഫയർ. ഓക്കെ, ഒരു ഒഫീഷ്യലായിട്ട് ഗെയിമേ നിർത്തി എന്നാണ് പറഞ്ഞത്. റൈസ്റ്റാർ ലാസ്റ്റ് ലോഗിൻ ചെയ്തത് 1 or 2 days ബിഫോർ. അത് ബിക്കോസ് ഓഫ് മീ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് തന്നെ അറിയുണ്ടാവും. ഡേ ബൈ ഡേ ഹാക്കേഴ്സിൻ്റെ കൂടുതൽ, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ക്യാരക്ടേഴ്സ്, ഈവൻറ്റ്സ്, ഇങ്ങനെ ഓരോരോ സാധനം വെച്ച് വെറുപ്പിക്കൽ തുടങ്ങിയവന്മാർ. ഇതിലാരും ഫ്രീ ഫയറിനെതിരെ സംസാരിക്കില്ല. കാരണം ഓരോ വി ബാഡ്ജ് പോവും, ഒരു കിട്ടാനുള്ള പൈസ കിട്ടൂല, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഇതിൻ്റെ ബാക്കിലുണ്ട്. ഓക്കെ, അല്ലാതെ കണ്ണ് കണ്ടവന്മാർ പറയണ പോലെ ഒരു മൊബൈൽ ലെജൻഡ്സിന് പ്രമോഷൻ കൊടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഇവന്മാർ മാറിയതല്ല. കാരണം ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം ഇവർക്ക് തന്നെ അറിയാം. സോ ഞാൻ ഫ്രീ ഫയർ പാർട്ണർ പ്രോഗ്രാമിൽ ഒരാളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുണ്ടാവും. എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മെയിൽ ബോക്സിലും കാര്യങ്ങൾ കിട്ടലുണ്ട് ഇപ്പോൾ കറൻ്റ്ലി. ഓക്കെ, സോ എന്നെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് ഇന്നൊന്ന് ഫോളോ ചെയ്യുക. ആൻഡ് കമൻറ്റ് സെക്ഷനിൽ ഫ്രീ ഫയറിൻ്റെ ഇപ്പോഴത്തെ ഇഷ്യൂസും കാര്യങ്ങളും എന്തൊക്കെ മാറ്റണം, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗെയിം ഇത്ര നാശമായിട്ടിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ജസ്റ്റ് പോയിൻ്റ് ആയിട്ട് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇടുക. ഓക്കെ, ഇപ്പോൾ ഗെയിം നിർത്തിപ്പോയാൽ പല ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. നിങ്ങൾ എന്തുകൊണ്ടാണ് നിർത്തിയതും കൂടെ കമൻറ്റ് സെക്ഷനിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത്രമാത്രം മതി. ഞാൻ ഈ വീഡിയോ 24 hours ശേഷം അല്ലെങ്കിൽ 48 hours ശേഷം എല്ലാ റെസ്പോൺസും കൂടെ ഡയറക്റ്റ് ഫ്രീ ഫയർ ഒഫീഷ്യൽസിനോ മോഡറേറ്ററിനോ കൊണ്ടു കൊടുക്കും. ഓക്കെ, അതിൻ്റെ സ്ക്രീൻഷോട്ടോ സ്ക്രീൻ റെക്കോർഡിങ് എന്തുവാണേലും ഞാൻ ബ്രോഡ്കാസ്റ്റിലോ സ്റ്റോറി ആയിട്ട് ഇടാം. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യത്തുള്ളൂ. പക്ഷേ പല വി ബാഡ് യൂട്യൂബേഴ്സും കാര്യങ്ങളുണ്ട്, ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവരൊന്നും ഇതിന് തിരിഞ്ഞു പോലും നോക്കണില്ല. അവസാനം നമ്മളെ ഇറങ്ങണം. ഇതിൻ്റെ പേരിൽ ഇൻ കേസ് ഇന്ന ഫ്രീ ഫയറിൻ്റെ പാർട്ണർ പ്രോഗ്രാം നിർത്തി കളഞ്ഞാൽ എനിക്ക് നോ പ്രോബ്ലം. ഓക്കെ, നോ പ്രോബ്ലം. ഞാനത് വേണ്ടാന്ന് തന്നെ വെക്കും. കാരണം ഇന്നെത്രയും വളർത്തിയെടുത്തതും ഈ ഒരു ലെവലിൽ എത്തിച്ചതും നിങ്ങളാണ്, ഈ ഗെയിമാണ്. ഓക്കെ, സോ നിങ്ങളോടും ഈ ഗെയിമിനോടും എനിക്കൊരു ലോയൽറ്റി ഉണ്ട്. സോ അത് എനിക്ക് എന്തായാലും കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. സോ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം ഇറ്റ്സ് എ എൻഡ് ഓഫ് ഫ്രീ ഫയർ ആണോ അതോ ചേഞ്ച് ഓഫ് ഫ്രീ ഫയർ ആണോ. ഓക്കെ.